സോ ഹലോ ഗായ്സ്, വെൽക്കം ടു കോക്കു ബാബ്സ്. അപ്പം നമ്മൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ഇട്ടാണ് വന്നേക്കുന്നത്. സോ ഞാനാണെങ്കിൽ രാവിലെ ജോഗിങ്ങിന് പോയേക്കാണ് ഗൈസ്. സോ അതാണ് ഇങ്ങനെ ഓടിയിട്ട് തിരിച്ച് വീട്ടിലെത്തി. സോ എനിക്കാണെങ്കിൽ അത് കുളിക്കണം. വീട്ടിൻ്റെ അകത്ത് കൂടി 2 റൗണ്ട് ഓടാം, കാരണം നമുക്ക് മസിൽമാൻ ആവണം. ടിക്ക് ഒരു റൗണ്ട് ഓടി അവിടുന്ന് വീണ്ടും ഒരു റൗണ്ട് ഓടണം, അല്ലെങ്കിൽ അത് 2 ആവുള്ളൂ. 2 ഓക്കെ, ഇനി ഒരു ഒറ്റ ചാട്ടൽ സ്വിമ്മിങ് പൂളിലേക്ക്, എന്നിട്ട് പോയിട്ട് കൂടി പോവാം. നീന്തിയതൊക്കെ മതി, കുളിച്ചു. അങ്ങനെ നീ നേരെ പോയി ഉടുപാട്ടെ. ഷോക്കേസിൽ നമ്മളുടെ ഏതായിരുന്നു നമ്മളുടെ പോർട്ട് റീച്ച് വീഡിയോൻ്റെ പാർട്ട് 2 വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പം ആ ഒരു വീഡിയോ കാണാത്തവരായി നേരെ പോയി കണ്ടു. അത് നമ്മളുടെ യൂട്യൂബ് ചാനൽ ഉണ്ട്. അപ്പം അത് കണ്ട ഇതിനകത്തുള്ള കുറച്ച് കാര്യമെങ്കിലും മനസ്സിലാവും. മീൻസ് ഫുൾ കാര്യം ഇതിനകത്ത് മനസ്സിലാവും. ഞാൻ ചുമ്മാ പറഞ്ഞോട്ടോ, കുറച്ച് കാര്യം അത് കണ്ടില്ലെങ്കിൽ ഒരു കാര്യം മനസ്സിലാവില്ല. അത് നമ്മളുടെ പാർട്ട് 1 വീഡിയോ നമ്മളുടെ യൂട്യൂബ് ചാനലുണ്ട്. സോ ആ വീഡിയോ കാണാത്തവർ പോയി ഒന്ന് കാണുക, എന്നിട്ട് ഈ വീഡിയോ കണ്ടാൽ മതി. ഞാൻ സ്പോയിലർ അലേർട്ടാണ് ചെയ്യുന്നത് ഇപ്പം, കാരണം ഞാനാണെങ്കിൽ അതിനകത്തുള്ള കുറേ കാര്യം ഇതിനകത്ത് വരും. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാനാണെങ്കിൽ നേരെ എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്തോട്ട് പോട്ടെ. അവനെ ഒന്ന് ഡ്രോപ്പ് ചെയ്യണം. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവനെ നമ്മളെ വിളിച്ചത്. അപ്പോൾ ഞാനൊന്ന് അവനെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ അവനെ ഓക്കെ നമുക്ക് ഡ്രോപ്പ് ചെയ്യാം. റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്നാണ് പറഞ്ഞത്. ഞാൻ അവിടെ തന്നെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും നോക്കാം. റെയിൽവേ സ്റ്റേഷനിൽ അവന് വന്നതാണോ എന്ന് അറിയില്ല. ഇനി അതിൻ്റെ പേര് എൻ്റെ വണ്ടി പോയി. എൻ്റെ പൊന്നോ, സോറി മച്ചനെ. അവൻ എവിടെയാണോ ആവോ, അവിടെ വല്ലതും ഉണ്ടോ? ഡ്രോപ്പ് ചെയ്യാം. ട്രെയിൻ വന്നിട്ട് പോയല്ലോ. ഓക്കെ, അതേ അവൻ നിൽക്കുന്ന. എടാ, എത്ര ദിവസമായിട്ട് കണ്ടിട്ട് കയറി ചത്ത. ഫേസ് നോക്കട്ടെ, കറക്റ്റായിട്ട് ക്ലിയർ ആയില്ലെന്ന് തോന്നുന്നു. ഫേസ് നോക്കട്ടെ. അയ്യോ, ഓക്കെ. ഫേസ് ഓറിപ്പോയി. അയ്യോ, ഈ വണ്ടി പോരാ. നമുക്കാണെങ്കിൽ വേറെ ഏതെങ്കിലും ബൈക്ക് സങ്കല്പിക്കണം. ഓക്കെ, നമുക്ക് ഈ വണ്ടി ആ കനാലിൽ കൊണ്ടുപോകല. വേണ്ട, പാവങ്ങളാരെങ്കിലും വന്ന് എടുത്തോണ്ട് പോട്ടെ. ഓക്കെ, ബട്ട് ഏതെങ്കിലും ഒരു ബൈക്ക് വരുന്നവരെ കാത്തു വെക്കണോ? വേണ്ട. നമ്മളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ബൈക്ക് വെക്കുന്നത്, അവനോട് പറഞ്ഞാൽ മതി. ഓക്കെ, അവനോട് നമുക്ക് ഈ ഒരു വണ്ടി പറയാം. ഇൻസ്റ്റാഗ്രാമോ? ഓക്കെ,
400. ഓ, അവനാണെങ്കിൽ ഉണ്ടല്ലോ ഫോൺ അവനോട് വിളിച്ച 10 സെക്കൻഡിനുള്ളിൽ ഹെലികോപ്റ്ററിൽ നിന്ന് താഴെ ഇടും. അതാട്ടോ ഗൈസ് കണ്ടേ. ഇനി അവനവിടെ പോയി നിന്ന് തപ്പണം. എനിക്ക് തോന്നി കേട്ടോ. എടാ മോനെ, ജുറാസി പാർക്കിൽ കയറല്ലേ മോനെ. ഇനി അവൻ അങ്ങോട്ടെല്ലാം നടന്നിട്ടുണ്ടാവും. ഒന്ന് അവനെ വിളിച്ച് പോയിക്കോട്ടെ. എടാ നീ എവിടെയാ? ഞാനാ വെച്ച് പഴയ കുറച്ച് ഫാം ഹൗസിൻ്റെ അവിടെ ഉണ്ട്. അപ്പം നീയല്ലേ പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഉണ്ടെന്ന്. ഞാൻ അങ്ങോട്ടാ പോകുന്നത്. ഞാൻ നടന്ന് അവിടെ എത്തി. നീ ഒന്ന് വാ. വരാം. അവൻ ഫാം ഹൗസിൻ്റെ അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. എവിടെയാണോ ദൈവം കണ്ടുപിടിക്കാൻ നല്ല പാടാണല്ലോ. പക്ഷെ എൻ്റെ പൊന്നാടെ എവിടെ പോയതാ? അതാ അവിടെ. അവനല്ലേ? അവനാണ് എല്ലാം മച്ചാനെ. ഓക്കെ, അവനെ നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അവൻ്റെ വീട്ടിലോട്ട് പോകണം. നമ്മളുടെ പഴയ വീടാണ് കേട്ടോ അവൻ്റെ വീടിപ്പം. നമ്മളുടെ ഫ്രണ്ടായാണ് നമ്മൾ കൊടുത്തതാണ് കേട്ടോ ഗൈസ്. സോ നമ്മളാണെങ്കിൽ ഇവിടെ എന്നാ ചെയ്യുന്നത്? ഇവിടെ നമ്മൾ പിന്നെ വഴി പറഞ്ഞു പോയത്. നമ്മളാണെങ്കിൽ ഇപ്പം നേരെ ജംഗ്ഷനിലോട്ട് പോകണം. ഞാനാണെങ്കിൽ എപ്പോൾ ഈ വഴി വന്നാലും ആ ജംഗ്ഷൻ്റെ മറ്റേ റൗണ്ടിൽ സ്ഥലത്ത് വരും. സോ നമ്മളാണെങ്കിൽ നേരെ ഇവിടെ പോവാണ് കേട്ടോ ഗൈസ്. അമ്മസി കുറച്ച് പേടി തോന്നിയോടാ. ഒട്ടും പേടി തോന്നിയില്ല. നീ ഒന്ന് കയറുമോ വീട്ടിലേക്ക്? അയ്യോ, ഞാനെന്തിനിപ്പോൾ ഇങ്ങോട്ട് വന്നേ? ശരിയല്ല, നീ എങ്ങനെ ഇപ്പോൾ ഇങ്ങോട്ട് വന്നേ? വണ്ടി മുന്നോട്ടെടുക്കടാ. ഓക്കെ, ഇറങ്ങിക്കോ. സോ ബൈ. എടാ, പിന്നെ എനിക്ക് അടുത്ത് എൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ പോകാനുണ്ട്. അപ്പം ഞാൻ വീട്ടിൽ കയറിയിട്ടാണ് പോകുന്നത്. സോ നീ പൊയ്ക്കോ, ഞാൻ പോവാം. സോ അവനാണെങ്കിൽ ഏതാണ്ടൊക്കെ ഒരു ഡയറക്ഷനിൽ പോയിട്ടുണ്ട്. അപ്പം നമ്മളാണെങ്കിൽ നമ്മുടെ വീട്ടിൽ പോവാം. പക്ഷേ വഴി സൈറ്റിൽ പോവാം. ഇനി ഓർഡർ നമ്മൾ ചീത്ത അറിയും. അതും പറഞ്ഞുകൊണ്ട് മൊയിലാളി പോർട്ട് റിച്ച് ആണെങ്കിലും നമ്മൾ ഒരു മിഡിൽ ക്ലാസ് ആണ്. എന്നാണെങ്കിലും നമുക്കിതുണ്ട് ബൈക്ക്. ഈ ഒരു ബൈക്ക് നമുക്ക് വിളിക്കാൻ പറ്റുക. ഇത് മേടിക്കാനുള്ള പൈസ നമ്മുടെ കയ്യിൽ ഇപ്പോൾ നിലവിലുണ്ട്. ഓക്കെ, നമ്മളെവിടെ പോകും? എവിടെ പോയി? അവിടെ പാർക്കിംഗ് സൈറ്റ് ഉണ്ടായിരുന്നല്ലോ. ഞാനാണെങ്കിൽ മറന്നുപോയി. നിർത്താം. ഞാൻ ഒരാളെ ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ. ഹെഡ്സെറ്റ് കണക്ട്. മൊയിലാളി ഇന്നെന്താ പണി? എടാ, നീ ആണെങ്കിൽ ഉണ്ടല്ലോ പണി തീരാത്ത ഒരു ചെറിയ ബിൽഡിങ്ങിൽ പോയിട്ട് നീ ആണെങ്കിൽ കുറച്ച് അവിടെ ഇതുണ്ടാവും. എന്തുണ്ടാവുമെന്നാ നീ മൊയിലാളി പറയുന്നത്? നീന്നോ? സോറി മൊയിലാളി, ഞാൻ അറിയാണ്ട് പറഞ്ഞു ഇതാ. ഇതുണ്ടാവുന്ന മൊയിലാളി പറഞ്ഞേ. അവിടെ കുറച്ച് ഇത് ബ്ലോക്ക് ചിലപ്പോൾ താഴേന്ന് കിടക്കണ്ടാവും. അപ്പം അവിടെ പോയി നീ ഒന്ന് എടുക്കുക. ഞാനാണെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ അടുത്താണ്. പോയിട്ട് എടുത്ത് വെക്കാം. ഓക്കേ,
ഷീരിൻ്റെ എത്തിയോ ഇവിടെ ബ്ലോക്ക് ഒരു ബ്ലോക്ക് എന്നാ വെച്ചു വെച്ചു. ഓക്കെ, ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? അമ്മ അയ്യ അമ്മച്ചി നടുവൊടിഞ്ഞു മുതലാളി. അവിടെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നീ നിൻ്റെ പണി കഴിഞ്ഞു. താങ്ക്സ് മുതലാളി. ഈ ഇടയായിട്ട് മുതലാളി എനിക്ക് കുറച്ച് പണിയേ തരുന്നുള്ളൂ. വീണ്ടും വീണതെന്താ? ഓക്കെ, നമ്മളാണെങ്കിൽ തിരിച്ച് പോട്ടെ. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കോള്. എടാ, എൻ്റെ വീട് വരെ ഒന്ന് വരൂ. എൻ്റെ മോൻ്റെ ബർത്ത്ഡേ അപ്പം നീ ഒന്ന് വരണം. പിന്നെ എന്താ, ഞാൻ വരാലോ. അപ്പോൾ പുള്ളിക്കാരൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണിന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോകണമെന്ന്. വേഗോട് ഇപ്പഴായിരിക്കും. എടാ, സമയം എത്രയാ ഇപ്പം? നീ വേഗം വാ. വരാം. ണല്ലോ ബർത്ത്ഡേ. അവൻ്റെ വീട് ഇവിടെ അല്ലേ കിടന്നോ? കൊള്ളാലോ, നല്ല ഡെക്കറേഷൻ. ഹലോ എടാ, ഹലോ ആവേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഓക്കെ എടാ, എൻ്റെ കൂടെ ഒന്ന് വരുമോ? എടാ, എൻ്റെ കൂടെ ഒന്ന് വരുമോ? നീ ഇല്ലല്ലോ ഇവിടെ. ഞാൻ ഈ മുകളിലത്തെ സ്പീക്കറിൽ കൂടി സംസാരിക്കുക. എൻ്റെ കൂടെ ഒന്ന് എൻ്റെ അടുത്തൊന്ന് വരുമോ? ഞാനാണെങ്കിൽ ഇപ്പോൾ ഒരു ഡേഞ്ചർ സിറ്റുവേഷനിലാണ്. വരാം. അവൻ്റെ ലൊക്കേഷനൊക്കെ എനിക്കിപ്പം മനസ്സിലായി. അവൻ്റെ റഡാറിൽ കാണിച്ചിട്ടുണ്ട്. ഇനി എന്ത് ഡേഞ്ചർ സിറ്റുവേഷനാണോ ഇവൻ ഇനിയും ഉള്ളത്? ഇവൻ എവിടെ ഉള്ള സത്യം? ഞാനാണെങ്കിൽ ഇപ്പോൾ ഓർക്കുന്നുമില്ല, അറിഞ്ഞും പോയി. എടാ, എന്താടാ ഇതെന്താ? എടാ എന്താടാ എന്നോട് കയറിക്കേ? എന്താ പറ്റിയേ? എടാ, ഒരാളെന്നെ ഇടിച്ച് മിഷൻ കണ്ണ് വെച്ച് തീർക്കാൻ നോക്കേടാ. ആരാ? അതിന്ന് എങ്ങനെയോ ഞാൻ രക്ഷപ്പെട്ട്. അവിടെ ആണോ? ഇപ്പൊ പോണ്ട, നീ ഇപ്പൊ പോവണ്ട. അവനിപ്പോ വീഡിയോ ചാടിക്കോ. അവൻ ചത്തോ? എടാ സുദേശേ, സുദേശേ, എൻ്റെ കൂട്ടുകാരനെ നീ കൊന്നുപോലെ. എടാ, എടാ, മിസ്സാവുന്നെന്താ? ഇടി കൈ കൊണ്ടിടിയ. എടാ, നീ എങ്ങോട്ടാണ് എന്നെ കൂട്ടുകാരെ കൊണ്ടിട്ട് പോകുന്ന? എൻ്റെ കൂട്ടുകാരെ കൊന്നിട്ട് നീ എങ്ങോട്ടാണ് പോണ? നിനക്ക് ഫൈറ്റ് ചെയ്യാൻ അറിയാം. അപ്പം എൻ്റെ കൂട്ടുകാരെ കൊന്നിട്ട് നീ എങ്ങോട്ടാണ് പോകുന്നേ? എൻ്റെ കൂട്ടുകാർ കൊന്നിട്ട് എങ്ങോട്ടാണ് പോകുന്നേ? ആദ്യമാണോ? അല്ല, ഇങ്ങനെ ഒരു മെഷീൻ കണ്ണ് കിട്ടിയില്ല എനിക്ക്. ഒന്ന് നോക്കട്ടെ, താഴെ ഞാൻ ഒന്ന് എടുത്ത് നോക്കട്ടെ. എൻ്റെ മോനെ നല്ല വെയിറ്റാണല്ലോ.
ഓക്കെ, ആ വണ്ടി ഒന്ന് വെടി വെച്ച് നോക്കാം. ഓയ്യോ, ഇങ്ങനത്തുള്ള മനുഷ്യനെങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത്? ഇവനത് തീർക്ക തീർക്ക്. ഇവനെന്താ ചെയ്യണത്? ഓ, ഇതിനകത്ത് ബുള്ളറ്റ് പ്രൂഫ് ആയിരിക്കും. ഇത് മറ്റേ ഇവൻ്റെ ആളാട്ടോ. അയ്യോ, റഡാറി ഇപ്പോൾ പോലീസുകാർ വരുമെന്ന് കാണിച്ചില്ലല്ലോ. ബൈക്ക് എടുക്ക് കണ്ണാ. ഇത് ഞാനിപ്പോൾ വീഡിയോ വെച്ച എല്ലാവരും ഈ എൻ്റെ കൂട്ടുകാർ കൊന്നതിൻ്റെ ആളാട്ടോ. അത് കേട്ടോ ഞാൻ അങ്ങനെ വീഡിയോ വെച്ചേ. കാരണം അവരാണെങ്കിൽ SSLC മീൻസ് അങ്ങനെ ഷർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കാറിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ്. അയ്യോ, എൻ്റെ ഷോൾഡറിന് വെടി പറ്റു. എൻ്റെ പൊന്നോ, അമ്മേ, അയ്യോ. എൻ്റെ പൊന്നോ, ഉമ്മ എന്താണ് എൻ്റെ കട ദൈവമ്മേ. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ ഇവിടുന്ന് അവസാനിക്കുകയാണ്. സോ ബൈ ബൈ. പാർട്ട് 3 ഉടൻ വരുന്നതായിരിക്കും.